നമസ്കാരം എല്ലാവർക്കും ചിത്തൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അതിൻ്റെ കൂടെ തന്നെ എല്ലാ പ്രേക്ഷകർക്കും ചിത്തൻ മെനുവിൻ്റെ വക ഈദ് ആശംസകൾ കൂടി നേരുന്നു. അപ്പോൾ ഇന്ന് ഈദ് സ്പെഷ്യലായിട്ട് ഞാൻ ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ നാളായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവരും പഴയ പോലെ തന്നെ സുഖസൗകര്യങ്ങളോടു കൂടിയും ആരോഗ്യത്തോടു കൂടിയും തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ വേണം. അപ്പോൾ എല്ലാം നമുക്ക് അവരെ നോക്കിക്കോളും, ഇല്ല ഗവൺമെൻറ് നോക്കിക്കോളും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് പഴയ രീതിയിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. നമ്മളുടെ കേരളത്തിന് നമുക്ക് പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങളും എല്ലാം സപ്പോർട്ടും അവർക്ക് കൊടുക്കണം. അപ്പോൾ ചെറുതാണെങ്കിൽ കൂടി ഇതൊക്കെ ചെറുതല്ലേ, നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ആരും വിചാരിക്കരുത്. അതൊക്കെ വലിയ വലിയ സഹായങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ക്യാഷ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും മോറൽ സപ്പോർട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ അതുപോലുള്ള സപ്പോർട്ടും സഹായങ്ങളും എല്ലാവരും കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇന്ന് ഒരു സന്തോഷപൂർണ്ണമായിട്ടുള്ള ഈദ് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോണില്ലാത്ത ചിക്കനാണ് ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ നല്ലത്. അപ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളിത് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ 2 സ്റ്റേജസ് ആയിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ സോയ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 ടീസ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പിന്നെ ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഏകദേശം 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കൂടുതൽ നല്ലത്, നല്ല കളറൊക്കെ കിട്ടും. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അത് ഏകദേശം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നിങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് വിനാഗിരിയാണ്. ഏകദേശം 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് തൈരാണ്. ഏകദേശം 3 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ ഇതിനകത്തേക്ക് ഓൾറെഡി ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചിക്കനകത്തേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെച്ചതാണത്. അപ്പോൾ ഞാൻ കഴുകിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അതിനകത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ സോയാ സോസിനകത്തും ഉപ്പുണ്ട്. അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഏകദേശം 2 മണിക്കൂർ മാക്സിമം നിങ്ങൾ വെക്കുക. അപ്പോൾ മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഉപ്പും മസാലയൊക്കെ. അപ്പോൾ 2 മണിക്കൂറെങ്കിലും മിനിമം വെക്കുക. അപ്പോൾ അതാ നമ്മളുടെ ചിക്കൻ മാരിനേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം 3 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം, നമ്മൾ എത്രത്തോളം ഇരിക്കുന്നോ അത്രത്തോളം ഇതിലേക്ക് മസാലയൊക്കെ പിടിക്കും, ടേസ്റ്റ് കൂടും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കോൺഫ്ലോർ ഏകദേശം 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈദയുടെ അളവ് നിങ്ങൾക്ക് 1.5 ടേബിൾ സ്പൂണെങ്കിലും മിനിമം ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, കാരണം നമ്മൾ ചിക്കനിലേക്ക് ഓൾറെഡി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് മുട്ടയുടെ വെള്ള മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ മുഴുവൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം, നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. റെഡ് കളർ കിട്ടും, നിങ്ങൾക്ക് കടയിലൊക്കെ വാങ്ങുന്നത് അതേപോലുള്ള റെഡ് കളറിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനത് ചേർത്തിട്ടില്ല, മുളക് പൊടിയുടെ കളർ തന്നെ നമുക്ക് ഇതിൽ മതി. അപ്പോൾ ഇതിനി 1/2 മണിക്കൂർ ഇവിടെ മാറ്റി വയ്ക്കുക. അപ്പോൾ അതൊന്ന് സെറ്റായി വരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് പോവാം. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഷാലോ ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഷാലോ ഫ്രൈ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ ഒരു സൈഡ് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ തിരിച്ചിടുക. 2 സൈഡും ചെറിയ തീയിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. കാരണം ഉള്ളൊന്നും വേവില്ല നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ നമ്മൾ ഒരു സൈഡൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ തീയിൽ തന്നെ വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് നമ്മൾ ഫ്രൈ ആയ ചിക്കൻ പീസസ് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റാം.
ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അടുത്ത ബാച്ച് കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കരുത്, ഫ്ലെയിമിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനത് എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുവാണെങ്കിൽ ഉള്ളിലുള്ള ചിക്കൻ വേവില്ല, പുറമേ കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ചിക്കൻ വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ തന്നെ വേവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഒരു സൈഡ് ഫ്രൈ ആയി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതേ ഓയിലിലേക്ക് തന്നെയാണ് ഞാൻ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഇതൊരു 2-3 ടേബിൾ സ്പൂൺ വരെ എണ്ണ ഉണ്ടാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇത് നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ വഴറ്റുന്ന പ്രൊസീജിയറിൽ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ എള്ളെണ്ണ യൂസ് ചെയ്യാം, അത് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അത് ഓരോരാളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചില ആൾക്കാർക്കൊന്നും എള്ളെണ്ണ അത്ര ഇഷ്ടമല്ല. അപ്പോൾ ഏത് ഓയിലാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഞാനിനി സവോള ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. സവോള ഇതുപോലെ ക്യൂബായിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് വാടണം. അപ്പോൾ ഒരുപാട് ഇതാണ് സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് അത് വാടി വന്നാൽ മതിയാവും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ഒരു ക്യാപ്സിക്കം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് രണ്ടും ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് സോസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോസസ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ, അതായത് ഈ ഒരു വലിയ സ്പൂണിൽ 2 ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 സ്പൂണ് ചില്ലി സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. 1 സ്പൂണ് സോയ സോസും ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സോസസ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കനിലൊക്കെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വെക്കണം, നമ്മൾ ഈ സോസസിലും ഉപ്പുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചിക്കനിലൊക്കെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതാ നമ്മൾ സോസൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ സോസസൊക്കെ ഈ ചിക്കനിലേക്കൊന്ന് പിടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ അതിലേക്ക് നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എരിവൊക്കെ കിട്ടും. അപ്പോൾ മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ചിക്കൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കുറച്ചുകൂടെ എരിവ് കിട്ടും നിങ്ങൾക്ക്. അതേപോലെ തന്നെ ആ സോസസൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചിക്കൻ പീസസിലേക്ക് ഇറങ്ങാനും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെറിയ തീയിൽ ഈ സോസിൽ തന്നെ ഇത് കിടന്ന് കുറച്ച് നേരം വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ സോസൊക്കെ നന്നായിട്ട് ആ ചിക്കനിലേക്ക് പിടിക്കണം. അപ്പോൾ ചെറിയ തീയിൽ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ സോസസ് ഒന്നും ഈ ചിക്കനിലേക്ക് പിടിക്കില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ഫ്ലെയിമിൽ കുറച്ച് നേരം ഇത് വേവിക്കുക. അവിടെ കിടക്കട്ടെ. നമ്മളൊരു 5 മുതൽ 10 മിനിറ്റ് വരെ അത് അങ്ങനെ ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെലറി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്, എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, അതിനിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. ഒരു സൈഡ് മാത്രമല്ല, 2 സൈഡും നമ്മൾ തിരിച്ചിട്ടിട്ട് വേണം തിളപ്പിക്കാൻ. അപ്പോൾ നമ്മളുടെ ഈസി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുള്ള പിക്ചേഴ്സും അഭിപ്രായങ്ങളൊക്കെ southernmenu2017@gmail.com എന്നുള്ള മെയിൽ ID-യിലേക്ക് അയച്ചു തരാവുന്നതാണ്. നമുക്ക് വീഡിയോയിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം പിക്ചേഴ്സ്. എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ Southern Menu സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്